മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചു. പാർപ്പിട മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും മുൻഗണനയുള്ള ബഡ്ജറ്റിൽ ആരോഗ്യ വ്യാവസായിക മേഖലയിൽ കൂടുതൽ തുക വകയിരുത്തിയിട്ടുണ്ട്. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചു. പാർപ്പിട മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും മുൻഗണന നൽകുന്ന ബജറ്റാണ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിൽ അവതരിപ്പിച്ചത്. ആരോഗ്യ വ്യവസായ മേഖലകളിൽ കൂടുതൽ തുക വകയിരുത്തിയിട്ടുണ്ട്. അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭൂമി വാങ്ങൽ, ഭവന നിർമ്മാണം, ലൈഫ് പദ്ധതി ഉൾപ്പെടെ പാർപ്പിട മേഖലയ്ക്ക് 143 ലക്ഷം രൂപയും പട്ടികജാതി ക്ഷേമത്തിന് 140 ലക്ഷം രൂപയും നാളികേര കർഷകരുടെ ക്ലസ്റ്റർ രൂപീകരിച്ച് നാളികേര ഉൽപാദനത്തിൽ 20% വർധനവ് പ്രതീക്ഷിക്കുന്ന ശതകേരം കേരസമൃദ്ധം പ്രൊജക്ട് ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് 104 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, പകർച്ചവ്യാധി വ്യാപനം തടയൽ, പൊതു ആസ്തികളുടെയും ആശുപത്രികളുടെയും സംരക്ഷണം എന്നിവയ്ക്കെല്ലാം ഉള്ള പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ പദ്ധതി പ്രവർത്തനങ്ങളുടെ അവലോകനം. 2023-24 വാർഷിക പദ്ധതി നടത്തിപ്പിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നടപ്പ് വർഷം വികസന ഫണ്ട് ജനറൽ 3,35,15,000, വികസന ഫണ്ട് SCP 1,40,66,000, വികസന ഫണ്ട് TSP 1,45,000, ധനകാര്യ കമ്മീഷൻ അവാർഡ് 1,66,50,000, മെയിൻ്റനൻസ് ഫണ്ട് 34,82,000, തനത് ഫണ്ട് 78,47,156, സംസ്ഥാനാവിഷ്കൃത ഫണ്ട് 19 ലക്ഷം, കേന്ദ്രാവിഷ്കൃത പദ്ധതി 6,81,000, മറ്റുള്ളവ 35,98,785, ആകെ 8,18,84,941 രൂപയുടെ പദ്ധതികളാണ് ഏറ്റെടുത്തത്. സാമ്പത്തിക വർഷ അവസാനത്തോടെ പദ്ധതി പ്രവർത്തനം 100% പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള CHCയിലേക്ക് മരുന്ന് വാങ്ങുന്നതിന് 25 ലക്ഷം രൂപ നീക്കിവെക്കുന്നു. അധിക OP പ്രവർത്തിക്കുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് നിയമിക്കുന്ന ഡോക്ടർ, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യന്മാർക്ക് ഓണറേറിയം നൽകുന്നതിന് 13 ലക്ഷം രൂപ അനുവദിക്കുന്നു. ലാബ് റീഏജന്റ് വാങ്ങുന്നതിന് 1 ലക്ഷം രൂപയും അനുവദിക്കുന്നു. ജലം ജീവനാണ്, കരുതി വയ്ക്കാം. ഓരോ തുള്ളിയും ജലമില്ലെങ്കിൽ ജീവനില്ല, ഭൂമിയുമില്ല, നമ്മളുമില്ല എന്ന ഓർമ്മപ്പെടുത്തലോടെ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നിടത്തെല്ലാം കുടിവെള്ള പദ്ധതികൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ 1-ാം വാർഡിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ സ്ഥലത്തും വസ്തുവിലും, പത്തിയൂർ പഞ്ചായത്ത് വാർഡ് 15-ലെ കുന്നേൽ സ്ഥലത്തും ഇലക്ട്രിസിറ്റി ഉൾപ്പെടെ പമ്പ് സെറ്റ് സ്ഥാപിക്കുന്നതിന് 20 ലക്ഷം രൂപ അനുവദിക്കുന്നു. വനിതകൾക്ക് ഓപ്പൺ ജിം, ദേവികുളങ്ങര, പത്തിയൂർ ഗ്രാമപഞ്ചായത്തുകളിൽ കുടിവെള്ള പദ്ധതികൾ, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ, പഠനമുറി എന്നിവയ്ക്കും ബജറ്റിൽ തുക വകകൊള്ളിച്ചിട്ടുണ്ട്. തെരുവ് നായകളുടെ പ്രജനനം നിയന്ത്രണ വിധേയമാക്കുന്നതിനായി ABC ഷെൽട്ടർ സ്ഥാപിക്കുന്നതിന് ബജറ്റിൽ 28 ലക്ഷം രൂപ അനുവദിച്ചു. ഉൽപാദന മേഖലയിൽ 1,10,66,667 രൂപയുടെയും സേവന മേഖലയിലും കാര്യമായ നീക്കിയിരിപ്പുണ്ട്. പശ്ചാത്തല മേഖലയിൽ 10,46,000 രൂപയുടെയും പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. 71,22,59,776 രൂപ വരവും 71,19,29,167 രൂപ ചെലവും 7,30,609 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത്. പ്രസിഡന്റ് ഡി അംബുജാക്ഷി ബജറ്റ് അവതരണ സമ്മേളനത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ മധ്യതലമായ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും പ്രാദേശിക വികസനത്തിൽ ഒരിടമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്നത് ഏറെ ചാരിതാർത്ഥ്യം നൽകുന്നതാണ്. നടപ്പ് വർഷത്തെ വാർഷിക പദ്ധതിയിൽ നാളിതുവരെ ഗവൺമെൻറ്റിൽ നിന്നും ലഭ്യമായ അലോട്ട്മെൻറ്റ് തുക വിനിയോഗിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക വർഷം അവസാനത്തോടുകൂടി 100% പദ്ധതി പണം വിനിയോഗിക്കുവാനും പദ്ധതികൾ പൂർത്തീകരിക്കുവാനും കഴിയുമെന്ന് വിശ്വസിക്കുന്നു. നടപ്പ് വർഷം നൂതന ദ്വിവർഷ പദ്ധതികളായി ഏറ്റെടുത്ത കാർഷിക സാങ്കേതിക വിദ്യ സാങ്കേതികത്വ ഇൻക്യുബേഷൻ സെൻറ്റർ പദ്ധതിയുടെ പൂർത്തീകരണത്തോടെ
ഓണാട്ടുകരയുടെ കാർഷിക സംസ്കാരത്തിന് പുത്തനുണർവേകുവാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. 2024-25 വർഷം ഈ പദ്ധതി പൂർത്തീകരിക്കും. ഗൃഹസമൃദ്ധി പദ്ധതിയും കാർഷിക മേഖലയും ഏറെ മുന്നേറ്റങ്ങൾക്ക് കാരണമാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ആരോഗ്യ മേഖലയിലും നമ്മുടെ CHC മികച്ച നിലവാരം പുലർത്തുന്നുണ്ട്. സെക്രട്ടറി പി ശ്രീദേവി, സ്ഥിരസമിതി അധ്യക്ഷരായ M ജനുഷ, ഗീത ശ്രീജി, മണി വിശ്വനാഥ്, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ് കായംകുളം.